എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം, നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാവും. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇൻസെന്റീവ് ബേസ്ഡ് ആയുള്ള ജോലി ചെയ്യുമ്പോൾ അതിൽ കൂടെ എങ്ങനെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അതിന്റെ ഗെയിൻ, ലാഭം എവിടെയാണ് നമുക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് വരുന്നത്, എന്തിനാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയുള്ളൊരു ചെറിയ ലഘുവായ ഒരു വിശദീകരണമാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മേടം രാശിയായ ഒരാളുടെ ചാർട്ടാന്ന് വിചാരിക്കുക. അതായത് മേടം ഇതിലാണ് ലഗ്നം, അതാണ് ഒന്നാം ഭാവമായിട്ട് ഒന്നാം ഭാവമായിട്ട് നമ്മൾ കരുതുന്നത്. അതിൽ നിന്ന് 1, 2 ഈ രണ്ടാം ഭാവമാണ് നമ്മുടെ വെൽത്ത്, നമ്മുടെ അക്കൗണ്ടിലുള്ള മണിനെ പറ്റി ഉദ്ദേശിക്കുന്നത്. ഈ രണ്ടാം ഭാവം അക്കൗണ്ടിലുള്ള മണി. 3, 4, 5, 6, 7, 8, 9, 10, 11 ഈ 11ാം ഭാവമാണ് നമ്മുടെ ലാഭഭാവം. നമ്മളൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ ആ ലാഭം വരുന്നത് ഈ 11ാം ഭാവത്തിൽ കൂടെയാണ്. 11ാം ഭാവാധിപൻ, 11ാം ലോഡ്, ദൈവം, അതാരാണോ അദ്ദേഹമാണ് നമുക്ക് ഈ ലാഭം കൊണ്ടുവന്ന വ്യക്തി എന്ന് പറയാം. അപ്പൊ ഈ 11ാം ഭാവം ഈ രാശിയിൽ കുംഭം രാശിയാണ്. കുംഭം രാശി എന്ന് വെച്ചാൽ അതിന്റെ ലോഡ് ശനിയാണ്. ചിലപ്പോൾ ശനി ആ 11ാം ഭാവത്തിൽ തന്നെ നിന്നെന്ന് വരാം നമ്മൾ ജനിക്കുമ്പോൾ. അല്ല എന്നുണ്ടെങ്കിൽ ശനി നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഫോർ എക്സാമ്പിൾ 1ാം ഭാവം, 2ാം ഭാവം, 3ാം ഭാവം, ഏത് ഭാവത്തിൽ വേണമെങ്കിലും വരാം. ഈ 11, 12 ഭാവത്തിൽ ഏത് ഭാവത്തിൽ വേണമെങ്കിലും വരാം. ഒരു എക്സാമ്പിൾ, 7ാം ഭാവത്തിലാണ് നിങ്ങൾ ജനിക്കുമ്പോൾ ആ ശനി നിൽക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ ഈ 11ാം ഭാവാധിപനായ ദൈവം ശനി, 11ാം ഭാവ ശനിയുടെ കുടുംബം ഇതാണ്. പക്ഷെ ശനി വേറെ കുടുംബത്തിലാണ് പോയി നിൽക്കുന്നത് ആ സമയത്ത്. അപ്പൊ ഇതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക്, അതാണ് ഈ പറയാൻ വരുന്നത്. 7ാം ഭാവം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാരേജ്, ബിസിനസ്, ഇതിനൊക്കെയാണ് 7ാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ത്രാസാണ് അതിന്റെ ചിഹ്നം, ബാലൻസിങ്. ഇപ്പൊ നമ്മൾ മാരേജ് കഴിയുമ്പോഴും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ ശനി ഇവിടെ ആക്ടിവേറ്റ് ആവുകയാണ്. അപ്പൊ ശനിയുടെ ലോഡായി ഇവിടെ 11ാം ഭാവം ആക്ടിവേറ്റ് ആവും, ആക്ടിവേഷൻ നടക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന നമുക്ക് പണം വരുന്നത്. അങ്ങനെയാണ് ആക്ടിവേഷൻ, ഹൗസ് ആക്ടിവേഷൻ എന്ന് പറയും ചെയ്യേണ്ടത്. ഇപ്പൊ ചിലർ പറയില്ലേ, അവന്റെ ഭാര്യ വന്നപ്പോഴാണ് അവൻ രക്ഷപ്പെട്ടു പോയെന്ന് പറയില്ലേ. ഇത് തന്നെ കാരണം, വേറൊന്നുമല്ല. മനസ്സിലായോ? ഇനി അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. പിന്നെ എൻ്റെ അസ്ട്രോളജി വാസ്തു കൺസൾട്ടേഷനെ വിളിക്കുക, വാട്സപ്പ് ചെയ്യുക. പക്ഷെ അസ്ട്രോളജിയും വാസ്തുവും കൂടി ഒന്നിച്ചേ നോക്കുകയുള്ളൂ, ഒന്ന് മാത്രമായിട്ട് ഞാൻ നോക്കില്ല. കാരണം രണ്ടും കൂടി നോക്കിയാലേ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ചേഞ്ച് വേണ്ടേ. അതിനുവേണ്ടി രണ്ടും കൂടി നോക്കുകയുള്ളൂ. പിന്നെ കറക്റ്റ് ബർത്ത് ടൈം വേണം, അതുണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് ചാറ്റ് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.